ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. വളരെ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സ്നാക്സ് റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 മുട്ട നമുക്ക് പൊട്ടിച്ച് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാമേ. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് മുട്ടയും നമ്മുടെ കടലമാവും എല്ലാം കൂടെ നല്ലോണം ഒന്ന് നമ്മുടെ ഒരു ഫോർക്ക് വെച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് ഉടച്ച് റെഡിയാക്കി മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്കിനി കുറച്ച് ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാമേ. വളരെ കുറച്ച് ഐറ്റംസ് മതി. ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കേട്ടോ, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇത് രണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തത്. അതിനോടൊപ്പം കുറച്ച് മല്ലിയില, അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ സമയം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇത്രയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാമേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് നമ്മുടെ ആ പാൻ നിറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയും നമ്മുടെ ആ എണ്ണയുടെ അളവുണ്ടല്ലോ, ആ ഒരു അളവിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ ആ ഒരു സ്പൂണിൽ തന്നെ നമുക്ക് ഇതേപോലെ നമ്മുടെ ബാറ്ററി ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിൻ്റെ തന്നെ നമുക്കിത് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അധികം സമയമൊന്നും വേണ്ട, വെറും 2 മിനിറ്റ് മാത്രം മതി കേട്ടോ ഇത് വേവിക്കാനായിട്ട്. അപ്പോൾ തിരിച്ചതാ കണ്ടല്ലോ, തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. അധികം സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടോടുകൂടി തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണെന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ നല്ലൊരു ചായക്കടിയാണ് കേട്ടോ. നല്ല ഹെൽത്തിയാണ്, മുട്ടയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളത് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ മുൻപോട്ട് ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസും സ്നാക്സ് റെസിപ്പിയും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കയറി കണ്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ 2 സൈഡും നമുക്ക് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാമേ. അപ്പോൾ അതായത് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. 2 സൈഡും ഇതേപോലെ നല്ലോണം മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാമേ. അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററും അതേപോലെ നമുക്ക് ഇതേപോലെ സ്പൂണിലോട്ട് ഒഴിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. വെറും 2 മിനിറ്റ് മതി കേട്ടോ. തിരിച്ച് മറിച്ച് വിട്ട് 2 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പിന്നെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇവിടെ നമ്മുടെ മാവെല്ലാം നമ്മൾ ഒഴിച്ച് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കറിവേപ്പിലയും കൂടെ കാണുമ്പോൾ നമ്മുടെ സ്നാക്സിന് ഒരു ക്രിസ്പിനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മുടെ സ്നാക്സിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ല ചന്തമില്ലേ, കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ, ഇത്രയും കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്സ് റെസിപ്പി ഇവിടെ റെഡിയാണ് കേട്ടോ. നമുക്ക് വൈകുന്നേരം പെട്ടെന്ന് നമുക്ക് ചായയോടൊപ്പം ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ